ഹായ്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് മാത്തമാറ്റിക്കൽ ടൈപ്പ് സെറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് സ്ക്വയർ റൂട്ട് എങ്ങനെ അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് nth റൂട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. എന്നിട്ട് നമ്മൾ അതിന് ശേഷം അതിൻ്റെ അകത്ത് പഠിച്ചത് പ്രധാനപ്പെട്ട രണ്ട് വേർഡുകളാണ് ഇൻലൈൻ മാത്തമാറ്റിക്സും ഡിസ്പ്ലേ മാത്തമാറ്റിക്സും എന്നിങ്ങനെയുള്ള രണ്ട് വേർഡുകളാണ് നമ്മൾ പ്രധാനമായിട്ട് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഇൻലൈൻ മാത്തമാറ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് വരുന്നതിൻ്റെ അകത്ത് വരുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനുകളെ കുറിച്ചുള്ള കാര്യമാണ് ഇൻലൈൻ മാത്തമാറ്റിക്സ്. അല്ലെങ്കിൽ ഒരു ഇക്വേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേ മാത്തമാറ്റിക്സ്. ഡിസ്പ്ലേ മാത്തമാറ്റിക്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് രീതികളുണ്ട്. എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഡബിൾ ഡോളർ സൈനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബിഗിൻ ഇക്വേഷനും എൻഡ് ഇക്വേഷൻ്റെ അകത്താക്കി കൊടുക്കാം. ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വേഷൻ നമ്പർ ജനറേറ്റ് ആവും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ സ്ക്വയർ, എന്നിട്ട് ആ വീഡിയോയിൽ സഫിക്സ് എങ്ങനെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷൻ വരുന്ന കാര്യങ്ങൾ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിന് വേണ്ടി ആദ്യം ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം എഴുതാൻ പോകണം. ദ സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax² + bx + c = 0 ഈസ്, നമുക്കറിയാം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ? x = -b ± √b² - 4ac / 2a എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാമോ നോക്കാം. അപ്പോൾ അത് ടൈപ്പ് ചെയ്യുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡോളർ സിമ്പലിൻ്റെ അകത്ത് കൊടുക്കണം അത്. അപ്പോൾ ഡോളർ സിമ്പലിൻ്റെ അകത്ത് കൊടുക്കണം. അപ്പം -b ± എന്ന് കൊടുക്കണം അല്ലേ. ഈ +or- എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക? ഓക്കെ, അപ്പോൾ അതിനുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ /pm ആണ്. എന്താണ് /pm? അപ്പോൾ നമുക്ക് നോക്കാം, അതൊന്ന് ബിൽഡ് ആൻഡ് വ്യൂ കൊടുത്ത് നോക്കാം, F5 കൊടുത്ത് നോക്കാം. ഇത് കണ്ടോ, -b ± /pm എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? +or- എന്ന് വരും. ഓക്കെ, ഇനി മൈനസ് ഓർ പ്ലസ് എന്നാണെങ്കിലോ അത് മാറ്റിയിട്ട് MB എന്നാക്കി കൊടുക്കുക. അപ്പോൾ എന്ത് വരും നോക്കാം. അത് കണ്ടോ, ഇവിടെ തിരിഞ്ഞ് -+or- എന്നായി. അപ്പം ഞാനിവിടെ ഒന്നും കൂടെ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് മാറ്റിയിടുകയാണ്. /pm /MB എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും എന്ത് വരും? ബിൽഡ് ആൻഡ് വ്യൂ കൊടുത്ത് നോക്കാം. അപ്പോഴേക്കും എന്താ കണ്ടോ, ഇവിടെ +or- -+or- എന്നും പറഞ്ഞു വന്നു. ഓക്കെ, അപ്പം +or- ടൈപ്പ് ചെയ്യാനുള്ള ലാറ്റ കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? /pm അല്ലെങ്കിൽ /MB. അതിൻ്റെ ആവശ്യം എന്താണോ അതനുസരിച്ച് കൊടുക്കുക. നമുക്ക് എന്തായാലും +or- എന്നാണ് വേണ്ടത്. അതുകൊണ്ട് ഇത് മാറ്റി നമുക്ക് എന്താക്കാം, /pm എന്നാക്കി. -b +or- √b² - 4ac. സ്ക്വയർ റൂട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്? /XQRT എന്താണ് -b +or- √b² - 4ac. അപ്പോൾ b² എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? b എഴുതിയിട്ട് അപ്പാരോ -4ac. ഇന്ന് നമുക്ക് ബിൽഡ് ആൻഡ് വ്യൂ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും എന്ത് വരും നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഞാനിത് അങ്ങ് മാറ്റിയേക്കാണ്, നിങ്ങൾക്ക് ഇനി ആവശ്യമില്ലല്ലോ, അപ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്നത്. ഓക്കെ, ഇത് ഇച്ചിരി കൂടെ വലുപ്പം കൂട്ടാം. ഈസ് -b +or- √b² - 4ac. ഈ സ്ക്വയർ റൂട്ടിൻ്റെ അകത്താണ് b² - 4ac വരുന്നത്. അതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ്, ഞാനൊന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, എന്തൊക്കെയാണോ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് വരേണ്ട അത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനകത്ത് ഉപയോഗിക്കണം? ഒരു കേളി ബ്രാക്കറ്റിൻ്റെ അകത്താണ് എഴുതേണ്ടത്. അപ്പോൾ b² എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? b എഴുതിയിട്ട് അപ്പാരോ ഇട്ടിട്ട് 2 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? b² എന്ന് കിട്ടും -4ac. അപ്പോൾ നമുക്കിവിടെ ഒരു x = എന്നും പറഞ്ഞല്ലേ വരേണ്ടത്. അപ്പം അതും കൂടെ കൊടുക്കാമേ. x = ഈസ് x = -b +or- √b² - 4ac / 2a
ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? ഇത് ഒന്നും കൂടെ ബിൽഡ് ആൻഡ് വ്യൂ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും നമുക്ക് കിട്ടി എന്താണ് x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് കിട്ടി. അപ്പോൾ ഇത് ഇൻലൈൻ മാത്തമാറ്റിക്സ് ആണ്, അതായത് ഒരു ലൈൻ്റെ ഇടയിൽ വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തന്നെ ഞാൻ ഒന്നും കൂടെ കോപ്പി ചെയ്യാണ്. കോപ്പി താഴ്ത്തി ഞാൻ ഒന്നും കൂടെ പേസ്റ്റ് ചെയ്തു. ഇത് ഡബിൾ ഡോളർ സൈനിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് കുറച്ചും കൂടെ പ്രാധാന്യം വരികയും അത് ഡിസ്പ്ലേ മാത്തമാറ്റിക്സ് ആയിട്ട് താഴത്ത് കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇതിന് ഇനി എന്താണ് /begin ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? x ഈക്വൽ ടു -b/pm/xqrt എന്ത് വരും? b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. എന്നിട്ട് നമുക്കൊന്ന് ഇത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി? x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടി. അപ്പം അത് ഇക്വേഷൻ ഇതാണ് ഡിസ്പ്ലേ മാത്തമാറ്റിക്സ്. എൻ്റെ അകത്ത് തന്നെ ഡബിൾ ഡോളർ സിമ്പിൾ ഉപയോഗിച്ച് എഴുതിയതും ബിഗിൻ ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതിയതും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ അപ്പം നമ്മളിപ്പം സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ഒരു വലിയ 2a എന്ന് എഴുതുന്ന സമയത്ത് നമുക്കൊരു വലിയ സുഖമോ ഒരു ഭംഗിയോ തോന്നുന്നില്ല. ഇത് ഇച്ചിരി കൂടെ നല്ല ഭംഗിയായിട്ട് എങ്ങനെ ഈ ടെക്കിനകത്ത് എഴുതാൻ പറ്റും? അതാണ് ശരിക്കും ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം, പക്ഷേ ഇതിനൊരു ഒരു 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 ഭംഗിയില്ല ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നല്ല ഭംഗിയായിട്ട് താഴത്ത് വരുന്ന രീതിയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ടി, അത് പറയുന്നതിന് മുമ്പ് താഴത്ത് വരുന്ന കാര്യം എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കമാൻഡിൻ്റെ പേരാണ്, അത് മാത്തമാറ്റിക്കൽ ടൈപ്പ് സെറ്റിംഗ് ആയതുകൊണ്ട് ഡോളർ സിമ്പിളിൻ്റെ അകത്ത് കൊടുക്കണം, /frac. ഓക്കെ, ഇത് കണ്ടോ, /frac എന്ന് എഴുതിയിട്ടാണ് കമാൻഡ്. അതായത് ഈ ആദ്യത്തെ ബ്രാക്കറ്റിനകത്ത് ന്യൂമറേറ്ററും രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് ഡിനോമിനേറ്ററുമാണ് വരേണ്ടത്. /frac, അതായത് /frac എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിവിഷൻ വരുന്ന കാര്യങ്ങളല്ലേ, ഇതേപോലെ താഴത്തെ മുകളിലും വരുന്ന ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? /frac. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് 1/2 ആണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ /frac ആദ്യത്തേതിനകത്ത് 1 കൊടുക്കുക, രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. ഒന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും, 1/2. ഓക്കെ, ഇനി ഇത് ഇത്തിരി പ്രാധാന്യത്തോടു കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാനൊന്ന് കോപ്പി ചെയ്തു, താഴത്തേക്കൊന്ന് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, കോപ്പി പേസ്റ്റ്, ഒരു ഡോളർ സിമ്പിളും കൂടെ കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആ 1/2 ഇച്ചിരി കൂടെ തോന്നും. അപ്പോൾ എങ്ങനെ ഇനി ഞാൻ x/y എന്നാണ് എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. എന്താണ്? x/y എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളൂ. /frac x/y നോക്കുക, എനിക്കിവിടെ എന്ത് കിട്ടി? x/y എന്ന് കിട്ടി. അതായത് /frac എന്ന് പറയുന്ന കമാൻഡ് എടുക്കുക, ആ കമാൻഡിൻ്റെ അകത്ത് ന്യൂമറേറ്ററിൽ വരുന്ന പോർഷൻ ആദ്യത്തെ ആ കേളി ബ്രാക്കറ്റിൻ്റെ അകത്തും ഡിനോമിനേറ്ററിൽ വരുന്ന പോർഷൻ രണ്ടാമത്തെ കേളി ബ്രാക്കറ്റിനകത്തും ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഞാനൊന്നും കൂടെ പറയുകയാണ്, ഞാനിത് ഇച്ചിരിയും കൂടെ 2 ഡോളർ സിമ്പിളിലാക്കി കൊടുക്കുകയാണ്. ഓക്കെ, /frac x² എന്നാണ് വരേണ്ടതെന്ന് വിചാരിച്ചോളൂ. x² ഡിവൈഡഡ് ബൈ y+2 എന്നാണ് വരേണ്ടതെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യത്തിനകത്ത് ഞാൻ എന്ത് കൊടുത്തു? x² എന്നും രണ്ടാമത്തിനകത്ത് y+2 എന്നും കൊടുത്തു. ഞാനൊന്ന് എനിക്ക് കിട്ടി x² ഡിവൈഡഡ് ബൈ y+2. ഇനി എനിക്ക് വേണ്ടത് ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു കാര്യമാണെന്ന് വിചാരിച്ചോളൂ. കോപ്പി, എനിക്ക് √x ഡിവൈഡഡ് ബൈ y എന്നാണ് വരേണ്ടതെന്ന് വിചാരിച്ചോളൂ. എന്താണ്? √x ഡിവൈഡഡ് ബൈ y. √x എന്നെങ്ങനെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക? /sqrt എന്ത് ചെയ്യുക? /sqrt_x താഴത്ത് y+2 ആണെന്ന് വിചാരിച്ചോളൂ. /sqrt താഴത്ത് y+2 ആണെന്ന് വിചാരിച്ചു. അല്ലെ ഇതും ഒരു സ്ക്വയർ റൂട്ടിനകത്താണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിനും എന്ത് കൊടുക്കുക? /xqrt
കേളി ബ്രാക്കറ്റിനകത്ത് അത് കൊടുക്കുക /sqrt y+2 എന്ന് കൊടുക്കുക. അപ്പോൾ എന്നിട്ടൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ എന്താ കിട്ടുക? √x ഡിവൈഡഡ് ബൈ √y+2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ഫ്രാക്ഷൻ വരുന്ന കേസിൽ എങ്ങനെ ലാറ്റക്കിൽ അത് ടൈപ്പ് ചെയ്യാമെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തുകൂടെ? x = -b ± √b² - 4ac/2a എന്ന് പറയുന്ന ആ ഇക്വേഷനെ ഞാനത് ഒന്നും കൂടെ കോപ്പിയാണ്, കുറച്ചും കൂടെ വൃത്തിയായിട്ട് താഴത്ത് എഴുതി കാണിക്കാൻ. കോപ്പി എഴുതി. അപ്പോൾ ശ്രദ്ധിക്കുക, x ഒന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ചേക്കാം. x = -b ± √b² - 4ac/2a. അപ്പോൾ എന്താണ് ന്യൂമറേറ്ററിൽ വരുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ -b ± √b² - 4ac എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറേറ്ററിലാണ് വരേണ്ടത്. അപ്പോൾ മുകളിൽ അപ്പം നമ്മൾ എന്തായി? x ഞാൻ എന്ത് ചെയ്യും? x /frac എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു. എന്നിട്ട് കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കേണ്ടത് ആരാണ്? b² - 4ac എന്ന് പറയുന്ന അത്ര ആൾക്കാരും ന്യൂമറേറ്ററിൽ വരുന്ന പോർഷനാണ്. മിച്ചം വരുന്ന പോർഷൻ എന്ന് പറയുന്നത് താഴത്ത് വരുന്ന 2a. അതൊരു കേളി ബ്രാക്കറ്റിനകത്ത് സ്റ്റാർട്ട് ചെയ്യുക, 2a എന്ന് പറയുന്ന കേളി ബ്രാക്കറ്റിനകത്ത് അവസാനിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, /frac എന്ന് പറയുന്ന കമാൻഡിനകത്ത് ആ ഇക്വേഷൻ കൊണ്ടുവരുന്നു. എന്നിട്ട് 2 കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എഴുതുന്നു. എന്നിട്ട് നമുക്കൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോഴേക്കും എന്താ ഇക്വേഷൻ മാറിയുണ്ടോ? അപ്പോൾ ഇത് എത്രയോ ഭംഗിയായി ഇതിനേക്കാൾ. അപ്പോൾ /frac എന്ന് പറയുന്ന കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നോക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞുതരാമേ. ഇപ്പം ഞാനിവിടെ ഇതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് ചില ഇക്വേഷൻസൊക്കെ ചിലപ്പോൾ പേപ്പറുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, പേപ്പറുകളെന്ന് ഉദ്ദേശിക്കുന്ന മാത്തമാറ്റിക്സിൽ നിങ്ങൾ റിസർച്ച് പേപ്പറുകളോ അല്ലെങ്കിൽ പ്രോജക്റ്റോ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ചില വലിയ ഇക്വേഷൻസുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് വരും. അപ്പോൾ ടൈപ്പ് ചെയ്ത് വരുന്ന ആ ഇക്വേഷൻസ് അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു സന്ദർഭത്തിന് ആവശ്യമില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത അത്രയും നമ്മൾ കാട് വിട്ട് ടൈപ്പ് ചെയ്ത സാധനം കളയാനും നമുക്കൊരു മനസ്സുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനം അവിടെ കിടക്കണം, ആ സാധനം പോകരുത്. എന്നാൽ അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ? അപ്പോൾ അത് അവിടെ കിടന്നുകൊണ്ട് ഇപ്പുറത്ത് നമുക്ക് PDF-നകത്ത് കാണാതിരിക്കുകയും വേണം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ. x = -b ± ഇത്രയും വലിയൊരു സാധനം ഞാൻ ഇവിടെ എഴുതി വെച്ചു. എനിക്കത് വെറുതെ ഡിലീറ്റ് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ടൈപ്പ് ചെയ്ത് പോയില്ലേ? അപ്പോൾ ഇതിവിടെ കിടക്കുകയും വേണം, എന്നാൽ ഇവിടെ ഡിസ്പ്ലേ ആവുകയും ചെയ്യരുത്. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ നമുക്ക് അത് ലാറ്റക്ക് വായിക്കാത്ത രീതിയിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കീബോർഡിൽ 5 എന്ന് പറയുന്ന ഡിജിറ്റൽ മുകളിൽ % ഉണ്ട്, % എന്ന് പറയുന്ന സിമ്പലുണ്ട്. അതൊരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആണ് ഇപ്പം അത് % ഇട്ടിരിക്കുന്നത്. ഞാനൊന്ന് F5 കമ്പൈൽ ചെയ്യിപ്പിക്കുകയാണ്. കമ്പൈൽ ചെയ്യിപ്പിക്കുമ്പോൾ സമയത്ത് അതെന്ത് പറ്റി? ആ ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത് ആ ഇക്വേഷൻ നമ്പർ 1 എന്ന് കിടന്നത്. അപ്പോൾ ഓക്കെ, തൽക്കാലം അല്ലെങ്കിൽ ആ ബിഗിൻ ഇക്വേഷനും എൻഡ് ഇക്വേഷനും കൂടെ എന്ത് ചെയ്യണം? %-നകത്ത് കൊടുക്കുക. അപ്പോൾ തൽക്കാലം അതിന് ഇത് കാണിച്ചു തരാമേ. ഈ $$ സിമ്പിൾ എഴുതിയിരിക്കുന്ന സാധനത്തിന് ഞാൻ % കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ % കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് ഞാനൊന്ന് കമ്പൈൽ ചെയ്യിപ്പിക്കുന്ന എന്ത് പറ്റും? അവിടെ കിടന്നിരുന്ന ആ ഇക്വേഷൻ പോയി. അതായത് ഇത് ഇവിടെ കിടക്കുന്നു. അത് ഇവിടുത്തെ ഈ ഇക്വേഷൻ % കൊടുത്തിരിക്കുന്നു. ഒരെണ്ണം കൊടുക്കും, 1, 2 എത്ര വേണോ കൊടുക്കാം. ഒരെണ്ണം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഇവിടെ റീഡ് ചെയ്യത്തില്ല. ലാറ്റക്ക് % കൊടുത്ത് എന്ത് സാധനം ടൈപ്പ് ചെയ്താലും അതൊരിക്കലും റീഡ് ചെയ്യത്തില്ല. ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്ത് എറർ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ലൈനിലാണ് നമുക്ക് എറർ വന്ന്, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡോക്യുമെൻറ്റ് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് കിട്ടാതെ വരും. അപ്പോൾ കിട്ടാതെ വരുന്ന സമയത്ത് എവിടെ ഒരു എറർ വന്നെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് എറർ കണ്ടുപിടിക്കേണ്ട സമയത്ത് നമുക്ക് ഇന്ന ലൈനിലാണ് എറർ വന്നത് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ ലൈനിൽ എന്ത് ചെയ്യുക? ഒരു %- കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആ ലൈൻ റീഡ് ചെയ്യത്തില്ല. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ ഡോക്യുമെൻറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ലൈനിലായിരുന്നു എറർ ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനും ഈ % എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ % എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സഹായകരമാണ്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ ലൈനിൽ % കൊടുത്തുകൊണ്ട് അതിവിടെ കിടക്കുകയും ചെയ്യും, ഇവിടെ വരത്തുമില്ല. പിന്നീട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഇതെടുത്ത് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ % ഇവിടുന്ന് കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഇപ്പം ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെ, % എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തന്നു. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സീക്വൻസ് ടൈപ്പ് ചെയ്യണം. ഒരു സീക്വൻസ് 1 + 1/2 + 1/2² + etc = 2 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ടൈപ്പ് ചെയ്യണം. അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഞാൻ $, ഇത് ടൈപ്പ് ചെയ്യുന്നത്. എങ്ങനെ? 1/2 /frac
1/2 പ്ലസ് സ്ലാഷ് ഇടാൻ മറന്നു കേട്ടോ, അവിടെ ഒന്നിട്ടേക്കുക, /frac 1/2 പ്ലസ് ഒന്ന് കമ്പൈൽ ചെയ്യിപ്പിക്കാമേ, എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. 1/2 എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ഒരു ആംപേഴ്സൻറ്റേജ് കൂടിപ്പോയി, അപ്പോൾ അതിൻ്റേതായ ഒരു എറർ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നോക്കാം, എന്നിട്ട് ഒന്നും കൂടെ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ ഒരു ആംപേഴ്സൻറ്റേജ് കുറഞ്ഞും പോയി, അതും കൂടെ ക്ലിയർ ചെയ്യണം. ഇനി ഒന്നും കൂടെ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. F5 ഓക്കെ 1/2 എന്ന് കിട്ടി. 1/2 പ്ലസ് 1/2 സ്ക്വയർ അല്ലേ വേണ്ടേ, 1/2ൻ്റെ സ്ക്വയർ എങ്ങനെ ടൈപ്പ് ചെയ്യാം, /frac 1/2 സ്ക്വയർ എങ്ങനെ ടൈപ്പ് ചെയ്യാം, അപ്പ് ആരോ ഇട്ടിട്ട് 2 അടിക്കുക, /1/2 സ്ക്വയർ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കുക. 1/2 സ്ക്വയർ വന്നു. അടുത്തത് വീണ്ടും എനിക്ക് വേണ്ടത് /frac 1/2 ക്യൂബാണ് വേണ്ടെന്ന് വിചാരിക്കുക. 1/2 അപ്പ് ആരോ 3 1/2 ക്യൂബ് ഒന്നും കൂടെ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. എന്ത് വരും, 1/2 ക്യൂബ് എന്ന് കിട്ടി. പ്ലസ് എക്സെട്ര കൊടുക്കുന്നത് എങ്ങനെ, സ്ലാഷ് ഡോട്ട്സ് എന്ന് കൊടുക്കാം, /dots. ഇപ്പോൾ എന്ത് വരും, എക്സെട്ര വന്നു. ഈ പ്ലസിൻ്റെ നേരെയാണ് എനിക്ക് വരേണ്ടതെങ്കിൽ, സെൻട്രലായിട്ട് ആ പ്ലസിൻ്റെ നേരെയാണ് ആ ഡോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, /c ഡോട്ട് എന്ന് കൊടുത്താൽ മതി. നോക്കാം, അത് കയറി വന്നു. /c ഡോട്ട് ഈക്വൽ ടു 2 എന്നാണെന്ന് വിചാരിച്ചോളൂ, ഈക്വൽ ടു 2. അപ്പോൾ എന്ത് പറ്റും നോക്കാം, 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു സീക്വൻസ് ടൈപ്പ് ചെയ്യുന്നത്, ഫ്രാക്ഷൻ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത് മനസ്സിലായി. ഇതിന് ഒരു ക്വസ്റ്റൻ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വയ്ക്കാം, പ്രൂവ് ദാറ്റ് $$ 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര ഈക്വൽ ടു 2. ഇവിടുന്ന് ഒരു സിമ്പിൾ മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ കൂട്ടത്തിൽ പ്രൂവ് ദാറ്റ് എന്നും പറഞ്ഞു വരും. അല്ലെങ്കിൽ അതൊരു അടുത്ത ലൈനിലാക്കി ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് ഫ്രാക്ഷൻ എങ്ങനെ ടൈപ്പ് ചെയ്യാം, +or- എങ്ങനെ ഇടാം, പിന്നെന്താ ആംപേഴ്സൻറ്റേജ് എങ്ങനെ യൂസ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.